നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ് എന്നാണ്. അപ്പോൾ നമ്മുടെ SCRT സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ SCRT സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ SCRTയുടെ ടോപ്പിക്കുകളെല്ലാം ഫിനിഷ് ആകത്തില്ല. അപ്പോൾ അടുത്ത് ഇനി ഒരു ക്ലാസ് കൂടെ ആകുമ്പോഴേ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സമാന്തര ശ്രേണിയിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഫോർമുല പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫോർമുല തന്നെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ? ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. ആ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഓർമ്മിച്ചോളണേ, നമ്പർ ഓഫ് ടേംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും. കഴിഞ്ഞില്ല, അതിനോടൊപ്പം എന്തും കൂടെ ചേർക്കണം, +1 കൂടെ ചേർക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ്? Tn-T1 / D+1 എന്നൊക്കെ പറയാൻ പഠിപ്പിക്കും. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കിയിരിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം, ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പറയാം. എങ്ങനെയാണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതാണ് ഞാൻ LT എന്ന് എഴുതിയത്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 എന്നാണ്. പഠിച്ചോളണേ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ n എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കണം, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി അങ്ങ് പറയും. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 എന്നാണ്. ഓക്കെ ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു ഫോർമുലയ്ക്ക് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്കിലും നമ്മൾ അധ്യാപകരൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഈ ഒരു സാധനം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പർ ഓഫ് ടേംസ് കാണുന്നത്? എങ്ങനെയാണ് Tn-T1 അല്ലെങ്കിൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നു, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്ന് കൂട്ടി പറയണമെന്നൊക്കെ നമ്മുടെ അധ്യാപകർ പറയും. നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് A+n-1 × D എന്ന് പറയണില്ലേ, ആ ഒരു ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് n ഒക്കെ കണ്ടുപിടിക്കുന്ന പരിപാടി വേണ്ട. നമുക്ക് PSC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നു, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്നുകൂട്ടി പറയുന്നു. ചോദ്യം ചെയ്യാമോ? ചോദ്യം. 7, 13, 19 എറ്റ്സെട്ര 205 വരെയുള്ള സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. ഈ സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. നമുക്കറിയാം പദങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവസാന പദത്തിൽ നിന്ന്, അല്ലെ, ലാസ്റ്റ് ടൈമിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? ഫസ്റ്റ് ടേം കുറയ്ക്കും, അല്ലെ? ഫസ്റ്റ് ടൈം ആദ്യ പദം കുറയ്ക്കുന്നു, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കഴിഞ്ഞില്ല, എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് കൂട്ടി അങ്ങ് പറയും, അല്ലെ? പറഞ്ഞു നോക്കാം. ഇതിനകത്തുള്ള അവസാന പദം ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 205 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഫസ്റ്റ് ടൈം കുറയ്ക്കാം. പറഞ്ഞു വരാം. 205 മൈനസ് 7 ഡിവൈഡഡ് ബൈ, ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? 7 13 ആവണം, അല്ലെങ്കിൽ 13 മൈനസ് 7 ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 13 മൈനസ് 7 ചെയ്യുമ്പോൾ നമുക്ക് എത്രന്ന് കിട്ടും? 6 എന്ന് പറഞ്ഞു കിട്ടും. പ്ലസ് എന്താണ്? 1 എന്നാണ്. വീണ്ടും 205ൽ നിന്ന് 7 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 198 ആണ്. 198 ബൈ 6 പ്ലസ് 1 എന്നാണ്. വീണ്ടും 6ൽ 6 ഒരു പ്രാവശ്യം, 19ൽ 6 3 പ്രാവശ്യം, 18ൽ 6 3 പ്രാവശ്യം, 33 പ്ലസ് 1 നമുക്ക് കിട്ടി 34. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34 ആണ്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു വരാമോ? നമ്മൾ പദങ്ങളുടെ എണ്ണം എങ്ങനെ പറയും? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കണം. അതായത് 205ൽ നിന്ന് അവസാന പദമായ 205ൽ നിന്ന് ആദ്യ പദമായ 7 കുറയ്ക്കുന്നു, അതിനെ നമ്മൾ പൊതുവ്യത്യാസമായ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഒന്ന് കൂട്ടി പറയുന്നു. 205ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 198 എന്ന് പറഞ്ഞിട്ട് 198നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു,
1 കൂട്ടുന്നു. 6ൽ 6 ഒരു പ്രാവശ്യം, 19ൽ 6 3 പ്രാവശ്യം, ബാക്കി ഒന്നുണ്ട് അല്ലേ? 18ലാണെങ്കിൽ 3 പ്രാവശ്യം. 33 ഒന്നും കൂടെ ചേർത്ത് പറയാം. നമ്പർ ഓഫ് ടേംസ്, ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34 പദങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത്. ക്ലിയർ അല്ലേ? ചോദ്യം. എട്ട്, 16, 24 എറ്റ്സെട്ര 328 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഈ വീഡിയോ പോസ് ചെയ്യണം. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ പോസ് ചെയ്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. ഞാനും ഇനി പറയാം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവസാന പദം മൈനസ് ആദ്യ പദം ഒന്നല്ലേ? 328 മൈനസ് ആദ്യ പദമായ 8 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയാണ്? 8 വെച്ച് കൂടി പോകുന്നേ. അപ്പൊ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1 എന്നാണ്. 328 8 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 320 എന്ന് പറഞ്ഞിട്ടും അതിനെ 8 കൊണ്ട് ഹരിക്കുന്നു, 1 കൂട്ടുന്നു. പറയാം. 8ൽ 8 ഒരു പ്രാവശ്യം, 32ൽ 4 പ്രാവശ്യം 0, 40ഉം 1ഉം നമുക്ക് കിട്ടി. 41 പദങ്ങളാണ് ഈ സമാന്തര ശ്രേണിയിലുള്ളത്. 41 പദങ്ങളാണ് ഈ സമാന്തര ശ്രേണിയിലുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. 4, 9, 14 എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 249 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രാമത്തെ പദമാണ് 249 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ 4, 9, 14 എറ്റ്സെട്ര അപ് ടു ഏതുവരെ 249 വരെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അവസാന പദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 249. ആദ്യ പദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ആയിരിക്കും. കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം. എന്ന സമാന്തര ശ്രേണിയിലല്ലേ ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് ഇതിൽ എത്രാമത്തെ പദമാണ് ഒരു നമ്പർ തരും അല്ല ഇല്ലേ? ഇവിടെ എന്താണ് 249 എന്നുള്ള കാര്യം. അപ്പൊ എത്രാമത്തെ പദം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിൽ അവസാന പദമായിട്ട് ഈ തന്നിട്ടുള്ള നമ്പർ, ചോദിച്ചിട്ടുള്ള നമ്പറിനെ എടുത്താൽ മതി. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോ എന്ത് ഉപയോഗിക്കും? n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ചോദ്യം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ്. ഞാൻ ഈ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. അതാണ് നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് അല്ലേ? ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അതേ സാധനം ഞാൻ അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട് എന്നാണ്. ശരി, പറഞ്ഞു വരാം. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയാ? 3 അക്ക സംഖ്യകളെ പറ്റിയാണ് അല്ലേ? അപ്പൊ 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? 100 മുതൽ 999 വരെയുള്ള 100 മുതൽ 999 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 3 അക്ക സംഖ്യകൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരണം? 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എന്നാണ്. അപ്പൊ ഒന്നുകൂടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന സീക്വൻസിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള 3 അക്ക സംഖ്യകളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. 3 ഡിജിറ്റ് നമ്പേഴ്സിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് നൈസാർ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ പറയണ 100നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 10ൽ 7 ഒരു പ്രാവശ്യം. അപ്പോൾ 7 കിട്ടി. ശിഷ്ടം എത്ര? 3 0 താഴെ ഇറക്കി. 30ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 30ൽ 7 4 പ്രാവശ്യമുണ്ട്. ഇപ്പോഴെത്ര കിട്ടി? 28 കിട്ടി. കിട്ടിയ ശിഷ്ടമോ? 2 കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 100നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് കിട്ടൂല? 3 കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ശിഷ്ടം 3 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 100നോട് ഒന്നങ്ങ് കൂട്ടിയാൽ പോരെ അല്ലേ? എന്ന് പറഞ്ഞാൽ 101നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം എത്ര വരും? 3 വരും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 101നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം
7 ശിഷ്ടം 3 എഴുതി, 1 താഴെ ഇറക്കി, 31 7 4 പ്രാവശ്യം 28 ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. 101 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടും എന്ന് പറഞ്ഞാൽ മൂന്നക്ക സംഖ്യകളിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ 101 അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. 7 കൊണ്ടല്ലേ ഹരിക്കണം. എത്ര കൊണ്ടാണോ ഹരിക്കണം അതങ്ങ് കൂട്ടി അങ്ങ് പറഞ്ഞാൽ മതി. 7 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 108 ആയിരിക്കും അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 108ന് നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും? 3 കിട്ടും. അടുത്ത നമ്പർ ഏതെന്ന് കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ ഇതിന്റെ കൂടെ വീണ്ടും എത്ര കൊണ്ടാണോ ഹരിക്കണം അതങ്ങ് കൂട്ടി പറഞ്ഞാൽ മതി. 7 കൊണ്ടല്ലേ, ഇതിന്റെ കൂടെ 7 കൂട്ടുമ്പോൾ വീണ്ടും കിട്ടും 115. അങ്ങനെ പോയി ഏതുവരെ പറയണം? 999 വരെയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടണമെന്നാണ്. ഈ 999 നമ്മൾ 7 കൊണ്ട് ഹരിച്ചു നോക്കാം, എത്ര കിട്ടും നോക്കാം. 999 7 കൊണ്ട് ഹരിക്കുമ്പോൾ 9 7 ഒരു പ്രാവശ്യം 7 ശിഷ്ടം 2 9 താഴെ ഇറക്കി, 29 7 4 പ്രാവശ്യം, അപ്പോഴത്ര 28 കിട്ടി, ശിഷ്ടം 1. 19 7 2 പ്രാവശ്യം 14 ശിഷ്ടം എത്രയുണ്ട്? ശിഷ്ടം 5 എന്നാണ് കിട്ടിയത്. നമുക്ക് ശിഷ്ടം എത്ര മതി? നമുക്ക് ശിഷ്ടം എത്ര വേണം? 3 വേണ്ടത്. ഇവിടെ കിട്ടിയ ശിഷ്ടം എത്രയാണ്? 999 നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 5 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഊഹിച്ചൂടെ? നമുക്ക് 5 വേണ്ട, നമുക്ക് 3 മതി. അപ്പൊ ആ 999 രണ്ടെണ്ണം കുറച്ചാൽ പോലെ എത്ര കിട്ടും? 997 ആയിരിക്കും. 997 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 997 997ന് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഒരു പ്രാവശ്യം 7 ശിഷ്ടം 2 9 താഴെ ഇറക്കി, 29 4 പ്രാവശ്യം, ഇപ്പോൾ 28 കിട്ടും, ശിഷ്ടം 1 വീണ്ടും 7 താഴെ ഇറക്കി, 17 2 പ്രാവശ്യം, ഇപ്പോൾ 14 കിട്ടുന്നത്. ശിഷ്ടം കിട്ടി 3 കിട്ടി. നമുക്ക് പറയാം 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും അവസാനത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാം ഏത് തന്നെയാണ്? 997. പിള്ളേരെ വാ, ഞാൻ ഇവിടെ കുറെ നമ്പേഴ്സ് എഴുതിച്ചു. 101 എഴുതി, 108 എഴുതി, 115 എഴുതി, പോയി ഏതുവരെ പോയി? 997 വരെ പോയി. 997 വരെ പോയി. ശരി, എന്ത് മനസ്സിലായി? ഈ എഴുതിയിരിക്കുന്ന ഒരു സമാന്തര ശ്രേണിയില്ലേ? അല്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടേ? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യയിൽ എത്ര ഉണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? എത്ര എണ്ണം ഉണ്ടെന്നല്ലേ? എണ്ണം കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഒരു സമാന്തര ശ്രേണിയാണോ? എണ്ണം എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, പൊതു അധ്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഒന്നങ്ങ് കൂട്ടി പറയും. അതായത് അവസാന പദമായ 997 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദമായ 101 ഡിവൈഡഡ് ബൈ എത്ര കൊണ്ടാണോ ഹരിക്കേണ്ടത് അതായിരിക്കും പൊതു വ്യത്യാസം. അല്ലെ? 7 വെച്ചല്ലേ കൂടി പോകുന്നത്. ഡിവൈഡഡ് ബൈ 7 പ്ലസ് എന്തായിരിക്കും? പ്ലസ് 1 അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ് 1. ശരി, 997 101 കുറയ്ക്കണം. 997 100 കുറയ്ക്കുമ്പോൾ 897. ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ 896 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. 7 7 ഒരു പ്രാവശ്യം, 8 7 ഒരു പ്രാവശ്യം, 19 7 9 7 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പൊ 14 ആവുള്ളൂ. 56 7 8 പ്രാവശ്യം, 128 ഒന്നും കൂടെ ചേർക്കുമ്പോൾ കിട്ടി എത്ര പദങ്ങളുണ്ട്? 129 പദങ്ങളാണുള്ളത്. 129 പദങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പറയാം 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 129 എണ്ണം ഉണ്ട്. 129 എണ്ണം. പരിപാടി മനസ്സിലായോ? അത്രയേ ഉള്ളൂ. നമ്മൾ ആ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്യണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം പറഞ്ഞ ഏതൊക്കെയാണെന്ന് അങ്ങ് കണ്ടുപിടിച്ചു കൊടുക്കണം. അല്ലേ? നമുക്കറിയാം മൂന്നക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെ ഉണ്ട്. ഇതിനകത്ത് 100നെ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. അല്ലേ? 100നെ കണ്ടോ? നമ്മള് ഉണ്ടോ? ഇവിടെ കണ്ടോ? 100നെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ശിഷ്ടം എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 ആണ് ശിഷ്ടം കിട്ടിയത്. നമുക്ക് ശിഷ്ടം 3 വേണം. അപ്പൊ ഒന്നും കൂടെ കൂട്ടി പറഞ്ഞാൽ എത്രയായിരിക്കും? 101 ആയിരിക്കും. ഉറപ്പിച്ച് പറയാം. ഞാൻ ഉറപ്പിക്കാൻ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ കരുതിയാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചത്. അതിന്റെ ആവശ്യമില്ല. ശിഷ്ടം നമുക്ക് 2 കിട്ടി. അതിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എന്തായിരിക്കും? അടുത്ത സംഖ്യയുടെ ശിഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ പറയാം 101 ആണ് ആദ്യത്തെ സംഖ്യ. ഇനി
അടുത്ത് രണ്ടാമത്തെ സംഖ്യ ഏതായിരിക്കും? അതിന്റെ കൂടെ 7 7 7 വെച്ച് കൂട്ടിയാൽ മതി. എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യണം അതായിരിക്കും നമ്മുടെ പൊതു വ്യത്യാസം. കൂട്ടി 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 പോകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അവസാന പദം. അത് 997 കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? 999 നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ? ഏറ്റവും ലാസ്റ്റ് നമ്പർ 999 നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തു. കിട്ടിയ ശിഷ്ടം എത്രയായിരുന്നു? 5 ആയിരുന്നു നമുക്ക് കിട്ടിയത്. നമുക്ക് 5 വേണ്ട, നമുക്ക് 3 മതി. അപ്പൊ ആ 999 രണ്ടാം കുറച്ച് കൊടുത്താൽ മതി. അപ്പോഴെത്ര കിട്ടി? 997 എന്ന് പറഞ്ഞിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. പദങ്ങളുടെ എണ്ണം കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ്? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഒന്നങ്ങ് കൂട്ടി പറയും. ഓക്കെ അല്ലേ? ശരി, ഈ ചോദ്യം ഞാൻ ഇംഗ്ലീഷിലായിട്ടിരിക്കുന്നത്, മലയാളത്തിൽ കൂടെ പറയാം. ഹൗ മെനി ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 500 which leaves a remainder 3 when divided by 8 എന്നാണ്. ശരി, മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? 200-നും 500-നും ഇടയിൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 പറഞ്ഞ എത്ര സംഖ്യകളുണ്ടെന്നാണ്. ഒന്നുകൂടെ. അപ്പോ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന 200-നും 500-നും ഇടയിൽ എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 200-നും 500-നും ഇടയിൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ്. എത്ര എണ്ണം ഉണ്ടെന്നാണ്. ശരി, പറയാം. നമ്മുടെ ചോദ്യം 200-നും 500-നും ഇടയിലാണ്. 200-നും 500-നും ഇടയിൽ എന്നല്ലേ? 200-നും 500-നും ഇടയിൽ. 200-നും 500-നും ഇടയിലെന്ന്. ശരി, അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഇടയിൽ കയറി പറയുന്നേ. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാമോ? ഓക്കെ, ശരി. എന്നിട്ട് ഞാൻ പറയണ കാര്യം നിങ്ങൾ പറയണ കാര്യം ഒന്നാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും നിങ്ങൾ പേപ്പറിൽ എഴുതിയ കാര്യവും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ശരി, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 200-നും 500-നും ഇടയിലുള്ള സംഖ്യകളാണ്. 200-നും 500-നും ഇടയിലുള്ള സംഖ്യകളാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടണം? 3 കിട്ടണം. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ശരി, പറഞ്ഞു വരാം. നമുക്ക് 200-നും 500-നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വേണ്ട? 200-ഉം വേണ്ട, 500-ഉം വേണ്ട. ഏത് മുതൽ ഏത് വരെ പറയാം? 201 മുതൽ 499 വരെയുള്ള കഥ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ ആണോ? മാറിപ്പോരുത്. ഇൻ കേസ് ഇവിടെയൊക്കെ നമ്മൾ റിമൈൻഡർ ഈ പറഞ്ഞ 200-നൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 പറഞ്ഞെങ്കിൽ ആൻസർ തെറ്റും. ശ്രദ്ധിച്ചോളണം. നമ്മുടെ ചോദ്യം എന്താണ്? ബിറ്റ്വീൻ 200 ആൻഡ് 500 എന്നാണ്. അതായത് 200-നും 500-നും ഇടയിൽ എന്നാണ്. അപ്പൊ ഏത് രണ്ടും ഇല്ല. 200-ഉം 500-ഉം ഇല്ല. നമുക്ക് ആവശ്യം എന്താണ്? 201 മുതൽ 499 വരെയുള്ള കഥ മതി. ഓക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയാം, ഈ 201-നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കഥയല്ലേ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 201-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20-ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. ഇപ്പോഴും കിട്ടി. എത്ര കിട്ടി? 16 കിട്ടി. ശിഷ്ടം എത്ര? 4. 1 താഴെ ഇറക്കി. അപ്പൊ 41. 41-ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യമുണ്ട്. 40 കിട്ടി. ശിഷ്ടം എത്ര കിട്ടി? 1 കിട്ടി. നമുക്ക് ആവശ്യം ശിഷ്ടം എത്രയാണ്? 3 അല്ലേ ആവശ്യം, അല്ലേ? അപ്പൊ നമ്മൾ 201-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 3 വേണമെങ്കിൽ 202 അല്ല, അതിന്റെ അപ്പുറത്ത് അല്ലെ? രണ്ടും കൂടെ അല്ലേ ആവശ്യം? അപ്പൊ 203 ആയിരിക്കും. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 203 ആയിരിക്കും. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 203-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം, അപ്പോഴെത്രയായി? 16. ശിഷ്ടം 4. 3 താഴെ ഇറക്കി. 43-ൽ 5 വട്ടം ഉണ്ട്. അപ്പോഴെത്രയാണ്? 40 ആണ്. ശിഷ്ടം 3 കിട്ടി. പറയാം. ആദ്യത്തെ സംഖ്യ എന്ത് തന്നെയാണ്? 203 തന്നെയാണ്. 203 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതങ്ങ് കൂട്ടിയാൽ മതി. 203-ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ കിട്ടും 211. വീണ്ടും 8 കൂട്ടി 219. അങ്ങനെ പറഞ്ഞ് ഏതുവരെ പറയണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 499 ആണ് അല്ലേ? അപ്പോൾ ലാസ്റ്റ് നമ്പർ അത് തന്നെ ഉറപ്പിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ശിഷ്ടം കണ്ടുപിടിക്കണ്ടേ? 49-ൽ 8. 49-ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 6 പ്രാവശ്യമുണ്ട്. അപ്പോഴെത്ര കിട്ടി? 48 കിട്ടി. ശിഷ്ടം എത്രയാണ്? 1 ആണ്. 19 അല്ലെ? 9 താഴെ ഇറക്കുമ്പോൾ 19. അപ്പൊ 8 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 16. ശിഷ്ടം എത്ര കിട്ടി?
3 കിട്ടി. അപ്പോൾ അവസാനത്തെ നമ്പർ എന്ത് തന്നെയാണ്? 499 തന്നെയാണ്. 499. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ശ്രേണി എവിടെ നിന്ന് തുടങ്ങും? 203, 211, 219 പോയി ഏതുവരെ കാണും? 499 വരെ കാണും. പദങ്ങളുടെ എണ്ണം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? എന്ത് ചെയ്യും? അവസാന പദത്തിൽ നിന്ന്, അതായത് അവസാന പദമായ 499 മൈനസ് 203, ആദ്യ പദമായ 203 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസമായ 8 പ്ലസ് 1. ഈ പ്ലസ് 1 ഇടാൻ മറക്കരുതേ. പറഞ്ഞു വരാം. 499 നിന്ന് 203 കുറയ്ക്കുക എന്നുള്ളത്. 499 നിന്ന് 100 കുറയ്ക്കുമ്പോൾ 399, വീണ്ടും 100 കുറയ്ക്കുമ്പോൾ 299, വീണ്ടും 3 കൂടെ കുറയ്ക്കുമ്പോൾ 296, 296 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. 8ൽ 8 ഒരു പ്രാവശ്യം, 29ൽ 8 3 പ്രാവശ്യം, ബാക്കി എത്രയുണ്ട്? 24 5 അല്ലേ? 56ലാണെങ്കിൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 37 ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 38. അതായത് പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 38 എന്ന് പറയുന്നത്. 38 പദങ്ങളാണ് ഉള്ളത്. 38 പദങ്ങൾ. ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് 200നും 500നും ഇടയിലുള്ളതാണ്. 200നും 500നും ഇടയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ഏത് മുതൽ ഏത് വരെ ഉണ്ട്? ഇടയിൽ എന്ന് പറയുമ്പോൾ 200ഉം വേണ്ട 500ഉം വേണ്ട, 201 മുതൽ 499 വരെയുള്ള കഥകളാണ് പറയുന്നത്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 203 ആണ്. ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 499 ആണ്. പദങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നു അല്ലേ? അതായത് 499 നിന്ന് 203 കുറയ്ക്കും. അതായത് 399, 296 അല്ലെ? 296 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 കിട്ടും. വെട്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടും 37 1. അതായത് 38 പദങ്ങളാണ്. 38 പദങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഒരു കുഞ്ഞു കാര്യമാണ്. ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് പദങ്ങളുടെ എണ്ണം എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, തൽക്കാലം നമുക്കൊരു PSC പരീക്ഷ, ഞാൻ അത് പക്കാ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യമല്ല പറയണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സ്റ്റെപ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. വേണ്ട, നിങ്ങൾ ഇങ്ങനെ എന്നെ പഠിക്കണം. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കണം, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ നമ്പർ ഓഫ് ടേംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യം എന്താ? ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പക്കാ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമല്ലോ. അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യം ഞാൻ അതേപോലെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഏതു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും? താഴെപ്പുണ്ട്. എങ്ങനെയാണ്? xn = an + b എന്ന ഒരു രൂപത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എയും ബിയും നിശ്ചിത സംഖ്യകളാണ്, ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. മറിച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാം, ഈ രൂപത്തിലുള്ള ഏതു ശ്രേണിയും സമാന്തര ശ്രേണിയായിരിക്കും. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? an + b എന്നുള്ള രൂപത്തിലുള്ള ഏതൊരു ശ്രേണിയെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അത് എന്തായിട്ട് കണക്കാക്കാന്നല്ല, അത് എന്തായിരിക്കും? അതൊരു സമാന്തര ശ്രേണിയായിരിക്കും. അപ്പൊ ഒന്നുകൂടെ, an + b എന്ന് പറയുന്ന ശ്രേണി, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലുള്ള ശ്രേണികളെ നമുക്ക് എന്തായിട്ട് പറയാം? അതൊരു സമാന്തര ശ്രേണി ആയിരിക്കും. എയുടെയും ബിയുടെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും വരാം, ഏത് നമ്പർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3n + 2 അല്ലേ? ഇവിടെ എയുടെ സ്ഥാനത്ത് 3 എന്നും ബിയുടെ സ്ഥാനത്ത് 2 എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അതെന്താണ്? അതൊരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ അത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ്, അല്ലെങ്കിൽ nth ടേം എന്ന് പറയും, അല്ലെങ്കിൽ എന്നാം പദം എന്നൊക്കെ പറയുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീജഗണിത രൂപം. ഓർമ്മിച്ചോളേ. അപ്പോൾ ഏത് സമാന്തര ശ്രേണി എടുത്താലും അതിന്റെ ബീജഗണിത രൂപം ഏത് ഫോമിലേ ഇരിക്കുകയുള്ളൂ? an + b എന്നുള്ള രൂപത്തിലേ ഇരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എക്ക് 3ഉം ബിക്ക് 2ഉം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 3n + 2 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. വീണ്ടും പറഞ്ഞു വരാം, 7n + 4 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. 10n + 13 എന്ന് പറയുന്നത് എന്താണ്? സമാന്തര ശ്രേണിയാണ്. മനസ്സിലാക്കിയിരിക്കുക, an + b എന്നുള്ള രൂപത്തിലുള്ള ഏതൊരു ശ്രേണിയും നമുക്ക് എന്തായിട്ട് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാം. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോണേ. അപ്പൊ നമ്മൾ കൂടുതലും ഇതിന് ഊന്നൽ കൊടുക്കുന്ന നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കൺസെപ്റ്റുകൾക്ക് നല്ല രീതിയിൽ നമ്മൾ ഊന്നൽ കൊടുത്തുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്,
ഈ പറയുന്ന കാര്യമൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയും ഇത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കും. എന്താണ് ഈ പറഞ്ഞ an+b എന്ന് പറയുന്ന രൂപത്തിലുള്ള ശ്രേണികൾ ഒരു സമാന്തര ശ്രേണികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നത് നമുക്ക് അവിടെ കൺഫ്യൂഷൻ അടിക്കും. എടാ ഇത് അങ്ങനെയാണോ ഇല്ലയോ എന്ന് പറഞ്ഞ്. കാരണം ഇത് പണി കിട്ടുന്നത് നമുക്ക് ഓപ്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഓപ്ഷൻ മീൻസ് നമ്മൾ ഓപ്ഷൻ നോക്കിയാണ് ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേറെ വിഷയമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിക്കാം. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ. ഇത് ശരിയാണോ, അങ്ങനെയാണെങ്കിൽ മറ്റേ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നന്നായിട്ട് അറിയാന്നുള്ളതാണ്, ഒന്നാമത്തെ എങ്ങനെയാണോ. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുള്ള കൺസെപ്റ്റുകളെല്ലാം നല്ല രീതിയിൽ അങ്ങ് മനസ്സിലാക്കി വെച്ചോളാം. ഉറപ്പിക്കുക. എന്ത് പറയും? an+b എന്നുള്ള രൂപത്തിലുള്ള an+b എന്നുള്ള രൂപത്തിലുള്ള എല്ലാ ശ്രേണികളും എന്താണ്? അതൊരു സമാന്തര ശ്രേണിയായിരിക്കും. സമാന്തര ശ്രേണി. ഓക്കെ അല്ലേ? ചോദ്യം ഇങ്ങനെയാണ്. 7, 13, 19 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക, അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയണ ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ എന്നാം പദം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നാം പദം എന്താണെന്ന് ചോദിക്കാം. എന്ത് ടേം അല്ലെങ്കിൽ എന്ത് ടേം അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ബീജഗണിത രൂപം ഒന്ന് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്നാം പദം എന്ന് പറഞ്ഞും PSC ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, അപ്പൊ ബീജഗണിത രൂപം കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, a+n-1 × d എന്നാണ്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ എന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചാൽ എങ്ങനെയാണ്, ഏത് ഇക്വേഷൻ്റെ അകത്തായിട്ട് കൊടുക്കേണ്ടത്? a+n-1 × d. a+n-1 × d. a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. a എന്ന് പറഞ്ഞാൽ, അപ്പോ നോട്ട് ചെയ്തോളണേ, a എന്ന് പറഞ്ഞാൽ എന്താണ്? a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊതുവ്യത്യാസമായിരിക്കും. പൊതുവ്യത്യാസമായിരിക്കും. ഇട്ട് കൊടുക്കാം. ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ബീജഗണിത രൂപം. പറയാം. a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 7 ആണ്. a എന്ന് അല്ലേ? അപ്പൊ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോ a+n-1 × ഇവിടത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വെച്ചാ കൂടി 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 പോകുന്നത്? 7ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്? 6 വെച്ചല്ലേ? അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 ആണ്. ശരി, വീണ്ടും 7+6 × n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6n, വീണ്ടും 6 × -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -6. വീണ്ടും ഞാൻ ഈ 6n അങ്ങ് ആദ്യം എഴുതുന്നു. അതായത് 6n 6n, 7ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? +1 അല്ലേ? അപ്പൊ 6n+1 എന്ന് പറയാം. 6n+1 എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഏത് ഇക്വേഷൻ്റെ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്? a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ ആദ്യ പദം എന്നാണ്. എയുടെ സ്ഥാനത്ത് 7 ഇട്ട് കൊടുക്കും. +n-1 × പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 6 ആണ്. പറയാം. അതായത് 7+ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 × n എന്ന് പറഞ്ഞാൽ 6n, 6 × -1 എന്ന് പറഞ്ഞാൽ -6. വീണ്ടും 6n ഞാൻ ആദ്യം എഴുതി. 7ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് +1 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? 6n എന്നാണ്. 6n എന്നാണ്. ഇനി ഇതിനകത്ത് നമുക്കൊരു PSC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഷോർട്ട് കട്ട് ഒക്കെ പറയാം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള പൊതുവ്യത്യാസം എടുക്കണം. പൊതുവ്യത്യാസം, ഇതിനകത്തുള്ള പൊതുവ്യത്യാസം എത്രയാണ്? 6 അല്ലേ? 6 ഞാൻ എഴുതി. അതിൻ്റെ കൂടെ n ഇട്ട് കൊടുക്കണം. ഒന്നും കൂടെ എങ്ങനെയാണ്? ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കും, അതിൻ്റെ കൂടെ n ഇട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പൊ ഒന്നുകൂടെ എങ്ങനെയാണ്? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. ആദ്യ പദം ഇവിടെ എത്രയാണ്? 7. 7ൽ നിന്ന് പൊതുവ്യത്യാസമായി 6 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 1 അല്ലേ? +1. ആൻസർ ആയി 6n+1. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് അത് പറയുന്നത്? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം നമ്മുടെ മനസ്സിൽ വരണം. പൊതുവ്യത്യാസം എത്രയാണ്? ഇവിടെ 6 അല്ലേ? അതിന്റെ കൂടെ എന്തിട്ട് കൊടുക്കുന്നു? n ഇട്ട് കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. ആദ്യ പദം എത്രയാണ്? 7. 7ൽ നിന്ന് പൊതുവ്യത്യാസമായി 6 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇപ്പോഴെന്താ? +1 കിട്ടി. ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? 6n+1 എന്നുള്ള കാര്യം. ഓക്കെ ആണോ? അപ്പൊ ഷോർട്ട് കട്ടുകൾ ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും അത് നമുക്ക് പരീക്ഷ ഹോളിൽ എന്തുമാത്രം അത്രയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിന് മാത്രമേ ഷോർട്ട് കട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഇനി അത്യാവശ്യം ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ a+n-1 × d ക്കകത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. ഷോർട്ട് കട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഷോർട്ട് കട്ടുകൾ നമ്മൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നും, നമുക്ക് പെട്ടെന്നൊക്കെ മനസ്സിലാവും. എങ്കിലും പരീക്ഷ ഹാളിൽ നമ്മൾ ഓർമ്മിക്കുന്നതിലാണ് കാര്യം. നമുക്ക് ആ ഒരു മാർക്കാണ് നമുക്ക് ആവശ്യം. ഓർമ്മിച്ചോളേ. അപ്പൊ ഷോർട്ട് കട്ട് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് എളുപ്പം. പക്ഷെ എന്തുമാത്രം നിങ്ങൾ ഓർക്കും എന്നുള്ള കാര്യം അതിലെനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. എങ്കിലും ഞാൻ ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാകുന്നവർക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കും.
കുഴപ്പമില്ലല്ലോ. ഇനി ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ ബീജഗണിത രൂപം 6n+1 എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കണ്ടുപിടിച്ചേ. ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ പൊതുവ്യത്യാസം പറയാൻ പറ്റും? നമ്മൾ ഈ ഷോർട്ട് കട്ടിൽ നമ്മൾ പറഞ്ഞു, ആദ്യം പൊതുവ്യത്യാസം എഴുതണം, അതിന്റെ കൂടെ n വയ്ക്കുമെന്ന് പറഞ്ഞു. തിരിച്ചെന്ന് പറഞ്ഞാൽ n-ന്റെ കൂടെ വരുന്ന നമ്പർ ആയിരിക്കും എപ്പോഴും എന്ത് പൊതുവ്യത്യാസം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ശ്രേണിയിൽ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 6 ആണ്. ഓക്കെ ആണോ? അപ്പോൾ പൊതുവ്യത്യാസം നമുക്കൊരു ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? n-ന്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എപ്പോഴും എന്ത് പൊതുവ്യത്യാസം എന്ന് പറയും. ക്ലിയർ അല്ലേ? ശരി, ചോദ്യം. നാല് 13 22 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ്? എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ്? ശരി, ഞാൻ ആദ്യം ഷോർട്ട് കട്ട് പറയാം. ഷോർട്ട് കട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം, പിന്നെ കോമൺ ഡിഫറൻസ് അറിയണമെന്നല്ലേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6ഉം 3ഉം എത്ര വെച്ച് കൂടി പോകുന്നു? 9 വെച്ച് അല്ലേ? 9 അല്ലേ? 13 - 4 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം 9 ആണ്. ഈ പൊതുവ്യത്യാസമായ 9ന്റെ കൂടെ നമ്മൾ എന്തിടും? n ഇടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. ആദ്യ പദമായ 4ൽ നിന്ന് പൊതുവ്യത്യാസമായ 9 കുറയ്ക്കുമ്പോൾ 4 - 9 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും -5 എന്ന് പറഞ്ഞു. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് ബീജഗണിത രൂപം കിട്ടി 9n - 5 എന്നാണ്. ഇനി നേരായ രീതിയിൽ കൂടെ നമുക്ക് ചെയ്തു വരാം. ഈ ആൻസർ തന്നെയാണോ കിട്ടണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പറയാം. നേരായ രീതിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? a + n-1 × d എന്നല്ലേ. ഇവിടെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 4ആണ്. 4 + n-1 × പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. വീണ്ടും 4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9n - 9 എന്നാണ്. ഇവിടെ ഞാൻ 9n എഴുതി വെച്ചു. 4 - 9 എന്ന് പറഞ്ഞാൽ എന്താണ്? -5 എന്നാണ്. കിട്ടിയല്ലോ. സെയിം ആൻസർ തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പറയാം, പൊതുവ്യത്യാസം ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? 9n - 5 തന്നെയാണ്. ക്ലിയർ അല്ലേ? ശരി, ഇതൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് ഒരുപാട് PSC പരീക്ഷകൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ആ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, എങ്ങനെയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങളുടെ ഏതെങ്കിലും 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള തുക, അപ്പോ 2 പൊസിഷൻസ് തമ്മിലുള്ള തുക സെയിം ആണെങ്കിൽ ആ 2 പദങ്ങൾ തമ്മിലുള്ള തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലുള്ള ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും 2 പൊസിഷൻസ് തമ്മിലുള്ള, ഒന്നുകൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങൾ തമ്മിലുള്ള പൊസിഷനുകൾ തമ്മിലുള്ള തുക, പൊസിഷൻസ് തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണെങ്കിൽ ആ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ കാണുമല്ലോ, പദങ്ങൾ കാണുമല്ലോ, അവർ തമ്മിലുള്ള തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് അങ്ങ് ദഹിച്ച് കാണില്ല. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ അങ്ങ് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഒന്നും കൂടെ ഞാൻ അങ്ങ് പറയാം, കൺസെപ്റ്റ് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും 2 പൊസിഷൻസ് ഉള്ള, അതായത് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5ഉം അഞ്ചാമത്തെ സ്ഥാനവും 10ാമത്തെ സ്ഥാനം, 5ഉം 10ഉം കൂടെ കൂട്ടണം. ഞാൻ ഇവിടെ എഴുതി കാണിച്ചു. എങ്ങനെയാണ്? അഞ്ചാമത്തത് 5ഉം 10ഉം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പദവും 10ാമത്തെ പദവും, അല്ലെങ്കിൽ 5ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അതേപോലെ 7ാമത്തെ പദവും 8ാമത്തെ പദവും, 7ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 15 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങളുണ്ട്, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണെങ്കിൽ അവന്മാരുടെ തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചോദ്യം ചെയ്ത് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഒരു AP-യുടെ, ഒരു സമാന്തര ശ്രേണിയുടെ 10ാമത്തെയും 20ാമത്തെയും പദങ്ങളുടെ തുക എത്രയും തന്നിട്ടുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? 10ാമത്തെയും 20th 20ാമത്തെയും പദങ്ങളുടെ തുക എത്രയും തന്നിട്ടുണ്ട്? 60. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ 10ാമത്തെയും 20ാമത്തെയും പദങ്ങളുടെ തുക 60 ആണ് എങ്കിൽ 14ാമത്തെയും 16ാമത്തെയും പദങ്ങളുടെ തുക എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടെ,
ഒരു സമാന്തര ശ്രേണിയിലെ 10ാമത്തെയും 20ാമത്തെയും പദങ്ങളുടെ തുക 60 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 14ാമത്തെയും 16ാമത്തെയും പദങ്ങളുടെ തുക എത്രയായിരിക്കും എന്നാണ്. ശരി, നോക്കി നോക്ക്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? അവന്മാരുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള തുക. നമുക്ക് 10ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. വീണ്ടും 14ഉം 16ഉം കൂടെ കൂട്ടുമ്പോഴും എന്ത് തന്നെ കിട്ടും? 30 കിട്ടും. എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണെങ്കിൽ അവരുടെ തുകയും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 14ഉം 16ഉം തമ്മിലുള്ള തുകയും എത്ര തന്നെയായിരിക്കും? 60 തന്നെയായിരിക്കും. 14ാമത്തെ പദവും 16ാമത്തെ പദവും തമ്മിൽ കൂട്ടുമ്പോഴും എന്ത് തന്നെയായിരിക്കും? 60 തന്നെയായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണോ എങ്കിൽ അവന്മാരുടെ തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുകൂടെ, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണോ എങ്കിൽ അവരുടെ തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ നമുക്ക് പറയാം 10ഉം 20ഉം കൂടെ കൂട്ടുമ്പോഴും 30 കിട്ടും. 14ഉം 16ഉം കൂടെ കൂട്ടുമ്പോഴും എന്ത് തന്നെ കിട്ടും? 30 തന്നെ കിട്ടും. അതായത് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണ്. അതുകൊണ്ട് അവരുടെ തുകയും സെയിം ആയിരിക്കും. 14ാമത്തെയും 16ാമത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടും? 60 തന്നെ കിട്ടും. 60 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കട്ടെ. നമുക്ക് പെട്ടെന്നല്ലാതെ നമുക്ക് സ്റ്റെപ്പുകളൊന്നും എഴുതണം. ഈ പറഞ്ഞ ആ ബോക്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇട്ടിരിക്കുന്ന ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സെയിം തന്നെ ആയിരിക്കും. തുകയും തന്നെ ആയിരിക്കും. സെയിം തന്നെ ആയിരിക്കും. ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ എപിയുടെ 15ാമത്തെയും 45ാമത്തെയും പദങ്ങളുടെ തുക എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ 15th 45th കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെയും 20th 40th 40ാമത്തെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. നോക്കാം. 15ഉം 45ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. 20ഉം 40ഉം കൂടെ കൂട്ടുമ്പോഴും തന്നെയാണ് 60 തന്നെയാണ്. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സെയിം ആണ്. അതുകൊണ്ട് തുകയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഉറപ്പിച്ച് പറയാം. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 100 ആയിരിക്കും. 100 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിരുന്നോട്ടെ. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇനി ഒരു ക്ലാസ്സിലൂടെ ആകുമ്പോൾ നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ 10ാം ക്ലാസ്സിൽ തന്നെ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസത്തെ ചോദ്യ പേപ്പറുകൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കൺസെപ്റ്റുകൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ അതിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തേക്കാണെങ്കിൽ നമുക്ക് സർക്കിൾസ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്നപ്പോൾ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 2ാമത്തെ ഫേസിൽ വന്നപ്പോൾ ടാൻജന്റ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു അല്ലെ? സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻജന്റ്, തൊടുവരകൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു. അപ്പൊ നമുക്ക് സർക്കിൾ മാത്രം പഠിച്ചാൽ പോരാ, തൊടുവരകൾ പഠിക്കണം, കോർഡിനേറ്റ് ജിയോമെട്രി പഠിക്കണം. അതിൽ നിന്നെല്ലാം കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിലുള്ള ചോദ്യ പേപ്പറുകളിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി മുതൽ ഡെയിലി നമുക്ക് ക്ലാസ് ഉണ്ടാവും. SCERT ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഡെയിലി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ നമുക്കൊരു ടെലഗ്രാം ചാനലിലൂടെ ഉണ്ട്, അലിഗ്രോ മാത്ത്, ALLEGRO, അലിഗ്രോ മാത്ത് MATH എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പൊ അതിൽ കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം. അപ്പൊ അതിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാത്സിന്റെ മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ മാത്സിന്റെ മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ ആൻസർ കൂടെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.